ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ദേവട്ടൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കേക്കും അതിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞൊരു വ്ളോഗ്. അപ്പോൾ 2-3 കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള പരിചയം ഉണ്ടെന്നല്ലാണ്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് അന്നത്തേക്ക് ആവശ്യമുള്ള കേക്കും 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പ് കേക്ക്സ്, കേക്ക്സിക്കിൾസ്, ലോലിപോപ്പ് ഇതെല്ലാം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ പണി 2 ദിവസം മുന്നേ തുടങ്ങി. 2 ദിവസം മുന്നേ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നട്ടി ബബിളും പിന്നെ ബട്ടർ സ്കോച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി എയർടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അതിൻ്റെ ക്രീം തേക്കലും ബാക്കി എല്ലാ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന നമ്മൾ ഫോണ്ടൻ്റ് കട്ട് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്കി മൗസിൻ്റെ തീമിലും ഒരു കാറിൻ്റെ തീമിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫോണ്ടൻ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊന്നും അറിയണ്ടായില്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബ് തന്നെ ശരണം, യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോ വീഡിയോസും കണ്ട് നമ്മളതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഫോണ്ടൻ്റ് വാങ്ങിയതും പിന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മളതിന് ടൂൾസൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തണ കോലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടാണ് ഫോണ്ടൻ്റൊക്കെ പരത്തി കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത്. റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ട് ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തു. പിന്നെ ചെറിയ റൗണ്ട് കിട്ടാനായിട്ട് നോസിലിൻ്റെ കേക്കുമ്പോൾ നമ്മൾ ഡിസൈൻ കൊടുക്കുന്ന നോസിലല്ലേ, അതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് കുഞ്ഞു കുഞ്ഞു റൗണ്ടുകളൊക്കെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ കാറ്, അതുപോലെ തന്നെ ക്ലൗഡ്, ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ടിയുള്ളൊരു പേപ്പറിൽ വരച്ചെടുത്തു ആദ്യം. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു നൈഫ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്കും വൈറ്റും ഫോണ്ടൻ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കളർ, ജെൽ കളർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഒരു വിധത്തിൽ ഫോണ്ടൻ്റ് എല്ലാം നമ്മൾ ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാർസ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളിങ്ങനെ സ്റ്റിക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത് കേട്ടോ. എന്നിട്ട് തലേദിവസം രാത്രി അതെല്ലാം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിറ്റേന്നാകുമ്പോഴേക്കും ഒന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട്. കേക്കെല്ലാം നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഫോണ്ടൻ്റൊന്നും ഫ്രിഡ്ജിൽ വെക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ കേക്ക്സിക്കിൾസ്, ലോലിപോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു വാനില സ്പഞ്ച് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അതിൽ ബട്ടറും പിന്നെ മിൽക്ക് മെയ്ഡും ഒഴിച്ച് അങ്ങനെ ഓരോ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മോൾഡൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക്സിക്കിളാണെങ്കിൽ അതിൻ്റെ മോൾഡ് ഉണ്ട്. പിന്നെ അപ്പോൾ മോൾഡൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അപ്പം ഞങ്ങളതൊന്നും വാങ്ങിയില്ല, കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ലോലിപോപ്പിൻ്റെ സ്റ്റിക്കും കേക്ക്സുകളുടെ സ്റ്റിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ക്രാഫ്റ്റ് വർക്കിന് ചെയ്യാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിക്കും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം ഇതെല്ലാം ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷമാണ് നമ്മളിതിൽ കളറൊക്കെ കൊടുക്കുന്നത്, ഇതിൻ്റെ മുകളിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഈ കേക്ക്സിക്കിൾസും പോപ്സിക്കിൾസും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോഴാണ് നമ്മളിതിനെ കോട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ കോട്ടിങ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ തന്നെ സെറ്റായിക്കോളും, കാരണം നമ്മളിത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായിട്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ കുറച്ച് വൈറ്റ് കളറിലും പിന്നെ കുറച്ച് ബ്ലൂ കളറിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് ഈ ഒരു ബർത്ത്ഡേ നമ്മൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പകുതി വൈറ്റിലും പകുതി ബ്ലൂ കളറിലാണ് നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ മറ്റ് ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ ബോൾസ്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ കേക്ക് മുറിക്കുന്നേക്കാളും ഒരു അരമണിക്കൂർ മുമ്പാണ് ഇതിൽ ബാക്കിയുള്ള ഫോണ്ടൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം വെക്കുന്നത്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എന്താവും ഈ ഫോണ്ടൻ്റൊക്കെ എന്താവും ഒന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല, എല്ലാം നല്ല സ്റ്റിഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മുറിക്കുന്നേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ ഫോണ്ടിൻ്റെ വർക്കെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ വെച്ചോളൂ കേട്ടോ, ക്രീമിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തേ ഉള്ളൂ. അതങ്ങനെ വീണ് പോയൊന്നുമില്ല, അതവിടെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർ തീമിലുള്ളതും പിന്നെ മറ്റ് വൈറ്റ് ഒരു മിക്കി മൗസിൻ്റെ തീമിലാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ കപ്പ് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, കേക്ക് സിക്കിൾസ്, ലോലിപോപ്പ് ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ബാക്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ബ്ലൂ അതുണ്ടല്ലോ, ബ്ലൂ ഫോയിൽ ബലൂൺ അങ്ങനെ എന്താണ് പറയാത്തത്, നമ്മൾ തൃശ്ശൂർ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 95 രൂപയായിരുന്നു അതെല്ലാം കൂടിയിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ കർട്ടൻ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കുഞ്ഞോന് വയലച്ച് കൊടുക്കുന്നുണ്ട്, വയലച്ച് കൊടുക്കും. അങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടുകാരും പിന്നെ കുട്ടികളും, തറവാട്ടിലെ കുട്ടികളും അടുത്ത വീട്ടിലെ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇങ്ങനെ ഒരു ടേബിൾ സെറ്റിംഗ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. നമ്മൾ കുറേ വീഡിയോസിലും പിന്നെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ മോൻ്റെ പിറന്നാളിന് അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ ഒരു ടേബിൾ സെറ്റിങ്സ് മാത്രം ഇത്രയും പൈസ കൊടുത്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് തന്നെ ചെയ്താലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. 2-3 ദിവസം രാത്രി 2 മണി വരെയൊക്കെ നിന്നിട്ടാണ് ഞാനും ചേട്ടനും കൂടി എല്ലാം ചെയ്തത് കേട്ടോ. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം, ആ ഒരു കുട്ടികളുടെ മുഖത്തെ സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ഭംഗിയാക്കി ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. എല്ലാവർക്കും സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.